നമുക്കറിയാം ഒരു 10 കൊല്ലം മുമ്പ് വരെ ഒരു 1000 പേരിൽ അല്ലെങ്കിൽ 10,000 പേരിൽ ഒരു ക്യാൻസർ രോഗി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വീട്ടിലൊന്നും ഒരു ക്യാൻസർ രോഗിയാണ്. ഇതാണ് എൻ്റെ വിഷയം. ശരിക്കും നമ്മൾ തുടക്കം മുതൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏത് വീട്ടിൽ നോക്കിയാലും നമുക്കറിയാം എല്ലാവരും ഷുഗർ പേഷ്യൻ്റാണ്. മരുന്ന് കഴിക്കാത്ത ഒരാൾ പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഡയാലിസിസ് സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ അസുഖം എന്തുകൊണ്ട് വരുന്നു? ഈ അസുഖം തടയാനുള്ള മാർഗങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? തീർച്ചയായും അതൊരു ചോദ്യമാണ്. ഒരു ക്യാൻസർ രോഗി എങ്ങനെ ഉണ്ടായി? മനസ്സിലായോ? അത് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് ആരും ബോധേടല്ല. ഇവിടെ ഒരു ക്യാൻസർ രോഗി ഉണ്ടാവണം, ഒരു ഷുഗർ പേഷ്യൻ്റ് ഉണ്ടാവണം, അവൻ്റെ കിഡ്നി അടിച്ച് പോകണം. ഇവിടെ എത്ര ഹോസ്പിറ്റലാണ് ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നത്? എത്ര ഹോസ്പിറ്റലാണ് പുതിയത് പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരുന്നുണ്ടെങ്കിൽ ആ പച്ചക്കറി കേരളത്തിലേക്കുള്ള പച്ചക്കറികൾ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ മരുന്നടിക്കുന്നത്. ആ മരുന്ന് പോലും അതിലടിക്കുന്ന വിഷം പോലും മരുന്ന് കമ്പനികളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഞാൻ പല തോട്ടങ്ങളിലും പോയിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. താങ്കളുടെ റിസർച്ചിൽ ഇതൊക്കെ ഒരു മാഫിയയുടെ കളിയാണ്? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അതായത് ഇപ്പം ചീരത്തോട്ടങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ അടിക്കുന്ന മരുന്ന് എൻ്റെ ബ്രദർ സീനിയർ സയൻറ്റിസ്റ്റാണ്. അവനോട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കും, ഇതെന്തിനു വേണ്ടിയിട്ടാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് ആരെക്കൊണ്ടും തടുക്കാൻ പറ്റത്തില്ല. കാരണം ആ മാഫിയ നമ്മൾ സ്വപ്നം കാണുന്നതിന് അപ്പുറത്തോട്ടാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി കേരളത്തിലേക്ക് ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും ഇങ്ങനൊരു മാഫിയ ഇട്ടല്ലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന വിഷയം KSRTC അല്ലേ. ഒരേ ദിവസം തന്നെ എടുത്ത വണ്ടികൾക്ക് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ വേരിയേഷനിൽ വണ്ടികൾ എടുത്തിരിക്കുന്നു. അതേ കമ്പനി തന്നെ ഗണേശന് ഒരു CRF ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നു. വേറെ അയാളുടെ അളിയൻ്റെ പേരിൽ ബിനാമി പേരിൽ ഒരുപാട് വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ വന്നെന്നുള്ള ചോറിന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ മരുന്ന് വാങ്ങിക്കുന്നതിലും ഒരുപാട് കമ്മീഷനുണ്ട്. നമുക്കറിയാം ഇതിൽ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ കൈകളുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും വ്യക്തമാണ്. ഉറപ്പായിട്ടും. എല്ലാവരും ഞാൻ കുറ്റം പറയില്ല. പലരും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. അല്ല, അതിന് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സത്യമേ പറയുള്ളൂ എന്ന് എനിക്കറിയാം, കാര്യം തെളിവ് ഉൾപ്പെടെ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെപ്പോലുള്ള നിങ്ങൾ ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നിങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ തമിഴ്നാടിൻ്റെ പല മേഖലകളിലും പോകാം. എന്തിന്? മുന്തിരിത്തോട്ടങ്ങൾ, മാമ്പഴത്തോട്ടങ്ങൾ. ഞാനിപ്പോൾ ആന്ധ്രയിലെ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു മാമ്പഴത്തോട്ടത്തിൻ്റെ സറൗണ്ട്സിൽ നിൽക്കുന്ന തെങ്ങുകൾ മൊത്തം നമ്മൾ തീയിട്ട് കത്തിക്കില്ലേ, അതുപോലെ കത്തിക്കരിഞ്ഞ് വരിക. ഈ മാമ്പഴത്തിന് അടിക്കുന്ന മരുന്നുകൾ തെങ്ങിന് താങ്ങാൻ പറ്റാതെ മൊത്തം കത്തിക്കരിഞ്ഞ് പോയി. അപ്പോൾ അത് തന്നെയാണല്ലോ നമ്മൾ കഴിക്കുന്നത്. ഈ പ്യുവർ മഞ്ഞ കളറായിട്ടുള്ള മാങ്ങ മൊത്തം കാർബൈഡ് ഇട്ട് പഴുപ്പിച്ചാണ് വരുന്നത്. അതേപോലെ തന്നെ തണ്ണിമത്തൻ, അതിൽ മരുന്ന് എല്ലാം ഞാൻ നിങ്ങളെപ്പോഴെങ്കിലും വായിക്കല്ല, ഞാൻ അതിലെല്ലാം ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. എന്തിന്? ചക്കയിൽ വരെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഗ്രീൻ പീസിൽ കളറടിച്ച് കയറ്റുന്നത് കാണിച്ചു തരാം. ആന്ധ്രയിൽ നിന്ന് വരുന്ന ഉണക്കമുളകിൽ വിഷം അടിച്ച് കളറടിക്കുന്നത് കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഫുട്ടേജ് എൻ്റെ അടുത്തുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം തന്നെ ഇനി ഒന്നും വേണ്ട, സിമ്പിൾ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ആയിക്കോട്ടെ, സൺഫ്ലവർ ആയിക്കോട്ടെ, ഇതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പാൻക്രിയാസിനെ തകർക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ഈ സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി എന്ത് മണ്ടത്തരടോ താനീ പറയണേന്ന് നോക്കും. ഒരു സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ MRP നിങ്ങൾ നോക്കുക. മാക്സിമം റീറ്റെയിൽ പ്രൈസ് 120 രൂപയാണ് സൺഫ്ലവർ ഓയിലിൻ്റെ. 1 കിലോ സൺഫ്ലവർ സീഡിൻ്റെ വില 40 റുപ്പീസാണ് ഏറ്റവും കുറഞ്ഞത്. 40 രൂപ മുതൽ 120 രൂപ വരെയുണ്ട്. അത് നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് നോക്കിയാലോ അറിയാം. 8.5 കിലോ സൺഫ്ലവർ സീഡ് ഉണക്കി ആട്ടിയാലാണ് 1 കിലോ ഓയിൽ കിട്ടുക.
സോ 8.5 ഇൻറ്റു 40 340 റുപ്പീസ് അതിൻ്റെ സീഡിൻ്റെ വില മാത്രമാണ്. ഇത് ഉണക്കി ആട്ടി പ്രോസസ്സ് ചെയ്ത് ക്രൂഡ് ഓയിൽ മാതിരിയിരിക്കും. ഇത് റിഫൈൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് പാക്ക് ചെയ്ത് മാർക്കറ്റിലെത്തുമ്പോൾ 600 രൂപയെ കുറഞ്ഞ് ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാധനം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് അവരുടെ എല്ലാ ലാഭം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നു. ഇത് പാരാഫിൻ ഓയിലാണ്. പെട്രോളിയം ജെല്ലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പാരാഫിൻ ഓയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാർ കഴിഞ്ഞ സർക്കാർ 49 വെളിച്ചെണ്ണ കമ്പനികൾ പൂട്ടിച്ചത്. ഈ ഇതിൽ എന്തുണ്ടാക്കി കഴിച്ചാലും നമ്മൾക്ക് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ പാൻക്രിയാസിനെ നശിപ്പിക്കുക. പാൻക്രിയാസിനെ നശിപ്പിക്കുക. ഞാൻ ഡോക്ടറല്ല, ഞാൻ ഈ പറയണ ഗൂഗിളും അതുപോലെ തന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണത്. അവർക്ക് ഒരു പനി വന്നാൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയാൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവർ ഷുഗർ പേഷ്യൻ്റ് ആണെന്നുള്ളതാണ്. ഷുഗർ പേഷ്യൻ്റ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരിൽ 4 പേർക്കും ഷുഗർ ഉണ്ടാവും. അതെ അതെ. അതെങ്ങനെ വരുന്നു, അതെങ്ങനെ നിർത്താമെന്നുള്ളത് ഒരാളും ഒരു ഡിസ്കഷനിലോ ഒരു ചർച്ചയിലോ ഒരു ഡിബേറ്റിലോ ഇന്നേ വരെ വന്നിട്ടില്ല. വൈ? അത് കാരണം മരുന്ന് കമ്പനികൾ തന്നെ. അതെ, അവർക്ക് മരുന്ന് കമ്പനികൾ മരുന്നുകൾ ചിലവാണല്ലോ. ക്യാൻസർ രോഗികളുണ്ടായാലാണ്, അല്ലെങ്കിൽ കിഡ്നി രോഗികളുണ്ടായാലാണ്. അവയവ മാഫിയകൾ ഇവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തരും കിഡ്നി പോകണം, ക്യാൻസർ രോഗികളുണ്ടാവണം. ഇതാണ് അതിൻ്റെ ഫാക്റ്റ്. താങ്കളോട് അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ ഇതിഹാസ സ്പോർട്സ് താരമായ വിരാട് കോഹ്ലിക്കെതിരെ താങ്കൾ ഒരു കേസ് അപ്പീൽ ചെയ്തെന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് താങ്കളാണ് ഇത് സബ്മിറ്റ് ചെയ്തതെന്ന് അറിയാം. പോളി വടക്കൻ വേഴ്സസ് വിരാട് കോഹ്ലി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേജിൽ തന്നെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേജിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേജിലുണ്ട്. ദി ഇന്ത്യൻ ഫിലിം ഡയറക്ടർ പോളി വടക്കൻ ഫയലിന് അപ്പീൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേജിൽ കിടക്കേണ്ടത്. ഓ, ഓക്കെ. കാരണം അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റാണ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ വന്നത്. ഓക്കെ. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇന്ത്യൻ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് അവർ അഫിഡവിറ്റ് കൊടുത്തു. അവർക്ക് ഇനി അത്തരമൊരു ഗെയിമുകളുടെ ബ്രാൻഡ് അംബാസഡർ ആവാൻ സാധിക്കില്ല. മലയാളത്തിൽ നിന്നും കുറച്ച് പേരുണ്ടായിരുന്നു. അജു വർഗീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരുടെ അഡ്രസ്സ് നമുക്ക് പ്രോപ്പർ അഡ്രസ്സ് കിട്ടാത്തതുകൊണ്ടാണ്. തമന്ന ഭാട്ടിയ. അത് ജസ്റ്റ് ഗൂഗിളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോളി വടക്കെന്ന് വെറുതെ ഗൂഗിളിൽ അടിച്ചിട്ട് അതിൻ്റെ ന്യൂസ് മാത്രം എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഹൈക്കോടതിയിലെ ഡീറ്റെയിൽസ് കിട്ടും. അല്ല, ആദ്യം കിടക്കുന്നത് ഈ വിരാട് കോഹ്ലിക്കെതിരെ ഫയൽ ചെയ്ത കേസുകളായിരിക്കും. പിന്നെ മാളുകൾക്കെതിരെ പാർക്കിംഗ് ഫീസിൻ്റെ ഇതുമായിരിക്കും ഏറ്റവും കൂടുതൽ കിടക്കും. എനിക്ക് തോന്നുന്നു ലുലു മാളിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഒരു വിഷയമല്ല, അതിനെക്കുറിച്ച് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് 1000 സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ ഒരു കാർപ്പറ്റ് നിർബന്ധമാണ്. അതിന് പൈസ പിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാനതിൻ്റെ എല്ലാ വിവരാശരേഖകളെടുത്തു. കളമശ്ശേരി മുനിസിപ്പാലിറ്റി എനിക്ക് രേഖാമൂലം ഒരു തന്നിട്ടുണ്ട്. നാളെ ഇതുവരെ പാർക്കിംഗ് ഫീനത്തിൽ ഒരു രൂപ പോലും അവർക്ക് ടാക്സ് കിട്ടിയിട്ടില്ല എന്ന്. ഓക്കെ, മനസ്സിലായി. പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം അതിൻ്റെ പുറകിലുള്ള പിന്നാമ്പുറകൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയ പ്രേക്ഷകരോടാണ്, ഇദ്ദേഹത്തെ പോലെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ടാക്സ് മേടിച്ച് നമ്മളെ ഭരിക്കുന്ന ആൾക്കാരുടെ കുറേ കൊള്ളരുതായ്മകൾ ഇദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. ഇത് സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയിൽ നിന്നും മീഡിയ 7 ചായ് ചാറ്റ് എന്ന പരിപാടിയിലൂടെ എത്തിച്ചതിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഈ ചാനലിൻ്റെ അടിയന്തര പ്രവർത്തകർക്കും അതായത് ഒരു ആങ്കർ എന്നുള്ള നിലയിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളുടെ അടുത്തേക്ക് എത്തണം. അവർ ഇതിനെ വളരെയധികം സീരിയസ് ആയിട്ട് കണ്ട് ഇതിനെതിരെ പ്രതികരിക്കുകയും വേണം. അത് ജീവൻ പണയം വെച്ച് ഇദ്ദേഹം ഇത്രയും റിസർച്ചുകൾ ചെയ്ത് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി എതിർക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. എന്തായാലും ഈ പരിപാടിയിലേക്ക് വരികയും താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് തരികയും ചെയ്തതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.